മതനിരപേക്ഷത തകർക്കുവാൻ ബി.ജെ.പി. ശ്രമിക്കുകയാണെന്ന് സി.പി.എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം. സ്വരാജ് പറഞ്ഞു. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുണ്ടക്കയം പുത്തൻചന്ത മൈതാനത്ത് ചേർന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം. സ്വരാജ്. 2025 മുതൽ രാജ്യത്തെ പ്രത്യേക രീതിയിലേക്ക് ആക്കി ഭരിക്കുവാനാണ് ബി.ജെ.പിയുടെ ശ്രമം. ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിച്ചെടുത്ത ഇന്ത്യ രാജ്യത്തെ ഹിന്ദു രാജ്യമാക്കി പൗരത്വ ബിൽ നടപ്പാക്കുവാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നതെന്നും സ്വരാജ് പറഞ്ഞു. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ ആര് ഭരിക്കും എന്നുള്ളതല്ല. അത് പ്രധാനമാണ്. പക്ഷെ അതോടൊപ്പം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇന്ത്യ ഉണ്ടാവുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയുണർത്തുന്ന ചോദ്യം. തിരഞ്ഞെടുപ്പിന് ശേഷവും ലോക ഭൂപടത്തിൽ ഇന്ന് നാം കാണുന്ന രൂപഭാവങ്ങളോടെ ഇന്ത്യ എന്ന രാജ്യം നിലനിൽക്കുമോ എന്നതാണ് ആശങ്കയുണർത്തുന്ന ചോദ്യം. എങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് സവിശേഷമായ പരിഗണന ഇന്ത്യയിലില്ല. തുല്യതയാണ്. എല്ലാ മനുഷ്യരും തുല്യരാണ്. നമ്മൾ ഇന്ത്യയിലെ കോടാനുകോടി വരുന്ന ജനങ്ങൾ തുല്യാവകാശങ്ങളോടെ പുലരുന്ന ആ തുല്യാവകാശം ഉറപ്പുവരുത്തുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. മതനിരപേക്ഷതയുടെ അന്തസത്തയും ആ തുല്യതയാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തിന് അധികാരത്തിലിരിക്കുന്ന സംഘപരിവാരം, ആ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന RSS ഈ മതനിരപേക്ഷത എന്ന മൂല്യത്തെ അംഗീകരിക്കുന്നതേയില്ല. അവർ ഇന്ത്യയെ ഒരു വർഗീയ മതാധിഷ്ഠിത റിപ്പബ്ലിക്കാക്കി മാറ്റാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അടുത്ത വർഷം 2025 RSS രൂപീകരിക്കപ്പെട്ട് 100 കൊല്ലം തികയാൻ പോവുകയാണ്. ഈ തിരഞ്ഞെടുപ്പിലും നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരാൻ കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് RSS രൂപീകരണത്തിന്റെ 100ാം വർഷമായ 2025 ഇന്ത്യയെ ഒരു മത റിപ്പബ്ലിക്കാക്കി മാറ്റണം എന്നാണ് RSS കൂട്ടുകൂട്ടുന്നത്. അങ്ങനെ വന്നാലോ? RSSന്റെ സങ്കല്പത്തിലുള്ള ആ മത റിപ്പബ്ലിക്കിന്റെ പ്രത്യേകത എന്താണ്? RSS അത് മൂടി വെച്ചിട്ടില്ല. അവർ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ സ്വപ്നത്തിലെ ഇന്ത്യയെക്കുറിച്ച്. RSSന്റെ രണ്ടാമത്തെ സർസംഘചാലകായിരുന്ന മാധവ സദാശിവ ഗോൾവൽക്കറാണ് RSSന്റെ പ്രത്യയശാസ്ത്ര ഗ്രന്ഥം എന്നറിയപ്പെടുന്ന വിചാരധാര എഴുതിയത്. ആ വിചാരധാരയിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ ഭീഷണിയെക്കുറിച്ചാണ്. ആരാണ് ഇന്ത്യയുടെ ഭീഷണി? RSS പറയുന്നു ഒന്നാമത്തെ ഭീഷണി മുസ്ലിങ്ങളാണ്. അങ്ങനെയാണ് വിചാരധാര അധ്യായം 19 RSSന്റെ ആചാര്യൻ RSSന്റെ എക്കാലത്തെയും മുദ്രാവാക്യമായി എഴുതി വച്ചിരിക്കുന്നു. അവരുടെ സ്വപ്നത്തിലെ മത റിപ്പബ്ലിക്ക് യാഥാർത്ഥ്യമാക്കുന്ന സമയത്ത് ഈ മണ്ണിൽ നിന്നും തുടച്ചു മാറ്റേണ്ട ആദ്യത്തെ വിഭാഗം അത് മുസ്ലിങ്ങളാണ് എന്നാണ്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, CPM കാഞ്ഞിരപ്പള്ളി ഏരിയ സെക്രട്ടറി ശുഭേഷ് സുധാകരൻ, PS സുരേന്ദ്രൻ, CV അനിൽകുമാർ, P പ്രദീപ്, MG രാജു, റജീന റഫീഖ് എന്നിവർ സംസാരിച്ചു.